ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഈ ഒരു ന്യൂസ്, ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളുടെ എണ്ണം കൂടാനല്ലാതെ കുറയാൻ യാതൊരുവിധ സാധ്യതയുമില്ല. നമുക്കറിയാം, കോവിഡ് വന്നതിന് ശേഷം കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതലും ഫോണിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. മിക്ക ടീച്ചർമാരും വീട്ടിൽ പോയിട്ട് ഫോണിനകത്ത് എന്തെങ്കിലുമൊക്കെ, വാട്സപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇടും, അത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുന്നത്. അതിനാൽ തന്നെ മിക്ക മാതാപിതാക്കൾക്കും എന്താണ്, കുട്ടികൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ഫോണിൽ എത്രയാണെന്ന് വെച്ചാണ് കുട്ടികളെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതിനാൽ തന്നെ സ്വന്തമായിട്ട് ഫോണുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് അക്കൗണ്ടുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും ഒക്കെ പിള്ളേരെടുക്കും. അതിൽ എന്താണ് തെറ്റെന്ന് നിങ്ങൾ ചോദിക്കാം. ഒരു തെറ്റുമില്ല. നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് പോലും പണി കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇമോഷണലിയും മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഫ്ലക്ച്വേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ ടീനേജേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പൊ അത്തരക്കാര് ചതിക്കുഴിയിൽ വീഴാനുള്ള സാഹചര്യവും വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ ഒരു വാർത്തയിൽ ഞാൻ രണ്ട് വിഭാഗത്തിന്റെ അടുത്തും തെറ്റ് കാണുന്നുണ്ട്. ആ കുട്ടി 13 വയസ്സുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഒരാൾ പ്രേമമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് തോന്നിവാസം കാണിക്കാൻ മുതിരുന്ന ഒരു പ്രായത്തിലെ ഒരു കാലഘട്ടത്തിലെ കുട്ടികളായിട്ട് മാറിയേക്കാണ് ഇപ്പോഴുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ആ ചെറുക്കനെ മാത്രമായിരുന്നില്ല പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത്, ആ കൊച്ചിനെയും പിടിച്ചോണ്ട് പോകണമായിരുന്നു. ആ കൊച്ചിന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്തിനാ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ കൂടി വരാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള മാതാപിതാക്കളുടെ ഇടപെടലുകൾ വളരെ കുറവാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു, എന്താണ് ഉപയോഗിക്കുന്നത്, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അവരെവിടെയെങ്കിലും അടങ്ങിയിരിക്കുവാണോ, അത്രയും മതി. അവരെന്താണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർ ബോധേഡല്ല. ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല. നമുക്കൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, ആരൊക്കെയാണ് നല്ല ഇന്റൻഷനിലൂടെ നമ്മളെ സമീപിക്കുന്നത്, ആരൊക്കെ നല്ല ഇന്റൻഷനിലൂടെ സമീപിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എനിക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ അമ്മ കൂടുതലായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളും കേൾക്കേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീനേജ് ഏജ് സമയത്ത് ഒരാൾ പ്രേമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് അങ്ങ് ഒലിച്ചിറങ്ങി നടക്കുവാണല്ലോ. മിക്ക പെൺപിള്ളാരുടെയും ഒരു വിശ്വാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലാണ് പെൺപിള്ളാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിശ്വാസവും തകർക്കണം. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ആൺകുട്ടികളെ മാത്രമല്ല പിടിച്ചുകൊണ്ട് പോയി ഗുണദോഷിക്കേണ്ടത്, പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയി ഗുണദോഷിക്കണം. കാരണം പെൺകുട്ടികളും അത്ര നല്ല സ്വഭാവക്കാരൊന്നുമല്ല. ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ, അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തത് കൊണ്ടാണല്ലോ ആ ചെറുക്കൻ അവിടേക്ക് ചെന്നത്. അപ്പൊ അതിനാൽ തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കൂടുതലായിട്ടും ഇടപെടണം. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു ഫോൺ ഉപയോഗിച്ച്, അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആരെയൊക്കെ പരിചയപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാം.